السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവർ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മളെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ ധാരാളം ദുആ വസിയത്തുകൾ, ധാരാളം മുറാദുകൾ എഴുതി അറിയിച്ചവര്. അല്ലാഹുവേ ആരെല്ലാമാണെന്ന് നിനക്കറിയാമല്ലോ തമ്പുരാനെ. അല്ലാഹു എല്ലാവരുടെയും സകലമായ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് അർഹമുർ റഹീമീനായ അല്ലാഹ്, എല്ലാ രോഗങ്ങളും അല്ലാഹുവേ ആജിലായ കാമിലായ പരിപൂർണ ശിഫാ നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സയ്യിദീയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് സാമ്പത്തിക മേഖലകളിൽ. സാമ്പത്തിക മേഖലയിലെ ഞെരുക്കങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കൽ, കടങ്ങളെ കൊണ്ടുള്ള പരീക്ഷണം, ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണം, ഇത്തരം സാമ്പത്തിക മേഖലകളിൽ ധാരാളം ആളുകൾ വലിയതായി പ്രയാസപ്പെടുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മളൊരു മജ്ലിസ് നമ്മൾ തയ്യാറാക്കിയിരുന്നു. സമ്പത്ത് വർദ്ധിക്കാൻ, അതായത് ഹലാലായ മാർഗത്തിലുള്ള സമ്പത്ത് വർദ്ധിക്കാൻ നമ്മളൊരു അമല് പറഞ്ഞിരുന്നു. ആ അമലിന്റെ ആ മജ്ലിസിന്റെ അടിയിൽ കമന്റ് സെക്ഷൻ ധാരാളം ദുആ വസിയത്തുകളാണ്. തങ്ങളെ വലിയ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്, വലിയ കടം കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്, സാമ്പത്തിക ഞെരുക്കത്തിലാണ്, തങ്ങളെ വലിയ ബുദ്ധിമുട്ടിലും വലിയ പ്രയാസത്തിലാണ്. അങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, വിളിച്ചറിയിച്ചവര് ഇത്തരം മേഖലയിൽ വലിയതായി ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, വലിയതായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വലിയതായി ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക വർധനവുണ്ടാവാൻ, സമ്പത്ത് കുതിച്ചുയരാൻ, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവാൻ, സാമ്പത്തിക വർധനവുണ്ടാവാൻ, സമ്പത്ത് കുതിച്ചുയരാൻ, സമ്പത്തിൽ വലിയ ബർക്കത്തുണ്ടാവാൻ ആത്മീയമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ വലിയതായിട്ട് വളർച്ച നിങ്ങൾക്കുണ്ടാകും, അതിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. ഇത് തെളിയിച്ചറിഞ്ഞ ഒരു അമലാണ് മുഅ്മിനീങ്ങളെ. ആളുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ അമല് കൊണ്ട് അവർ നേടിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 3 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും, സാമ്പത്തിക ഞെരുക്കങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, കടങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങള്, ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണങ്ങള് അല്ലാഹു മാറ്റിത്തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു.
മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിനോട് ചേർത്ത് വെച്ചാൽ സമ്പത്തിൽ നമുക്ക് വലിയ വർധന ഉണ്ടാകും. സാമ്പത്തികമായി നമ്മൾ കുതിച്ചുയരുന്ന മുഅ്മിനീങ്ങളെ കുതിച്ചുയരും. നമുക്ക് സമ്പത്ത് വേണം. നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മജ്‌ലിസിൽ സൂചിപ്പിക്കാറുണ്ട്, നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ സമ്പത്ത് തന്നെ വേണം, സമ്പത്ത് തന്നെ വേണം. അതും ഹലാലായ രൂപത്തിലുള്ള സമ്പത്ത് ഉണ്ടെങ്കിൽ ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവൂല. നമ്മളെ മക്കളെ പോറ്റാൻ, ഭാര്യയെ പോറ്റാൻ, കുടുംബത്തിനെ പോറ്റാൻ ഉള്ള സമ്പത്ത് നമ്മളെടുത്ത് വേണം. കടങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ നമുക്കെല്ലാം കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള സമ്പത്ത് മുതൽ നമ്മളെടുത്ത് വേണം. വേണ്ടേ? ഒരാരും സമ്പത്ത് ഒരിക്കലും ഒരു മോശമായൊരവസ്ഥയല്ല. ഞാൻ മുന്നേയുള്ള മജ്‌ലിസിൽ ഞാൻ പറഞ്ഞിരുന്നു, സമ്പത്ത് പറ്റില്ലാതിരുന്നാൽ ഹറാം വർദ്ധിക്കും. അപ്പൊ ഹറാമായ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങിപ്പോകും. കളവ് വർദ്ധിക്കും, ഇല്ലേ? ഇങ്ങനെയുള്ള ഹറാമിയായ എങ്ങനെയൊക്കെ എളുപ്പത്തിൽ സമ്പാദിക്കാം. അപ്പൊ ഹറാം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടി വരും. അപ്പൊ സമ്പത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കൂടിക്കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടാണ്. ഹറാമിലേക്ക് നമ്മൾ നീങ്ങിപ്പോകും. അപ്പൊ മിതമായുള്ളൊരു സമ്പത്ത് നമുക്ക് വേണം, ഹലാലായ രൂപത്തിൽ. ആരോങ്കിലും തലകുനിക്കാത്തൊരവസ്ഥ നമുക്ക് വേണം. നമ്മളെ മക്കളെ പോറ്റണം, മക്കൾക്ക് തിന്നാൻ കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതിനുള്ള സമ്പത്ത് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് വരരുത്. ഉണ്ടാവാത്ത രീതിയിൽ നമ്മളെ കുടുംബത്തെ പോറ്റാനുള്ള സമ്പത്ത് നമുക്ക് വേണം. ആ സമ്പത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ചിലരൊക്കെ മനസ്സിലുണ്ടാകും, ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലിയിരുന്നാ മതിയോ, ഈ ദിക്റ് മാത്രം ചൊല്ലിയിരുന്നാ മതി ഉസ്താദേ, കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നവരുണ്ടാകും. ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലിയിരുന്ന സമ്പത്ത് അല്ലാഹു ഇറക്കി തരുമോ? നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ആകാശത്തിൽ നിന്ന് നമ്മളെ വീടിന്റെ മേൽക്കൂര പൊളിഞ്ഞിട്ട് സമ്പത്ത് നമ്മളെ വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഈ ചൊല്ലുന്ന നിങ്ങളും വിശ്വസിക്കരുത്, ഞാനും അത് വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും. നമുക്ക് ചെറിയൊരു ജോലിയാണ്, ഒരു ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ചെറിയൊരു ജോലിയാണ് നമുക്ക്, അതിൽ തുച്ഛമായ സാലറി മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ദിക്റ് ചൊല്ലാൻ തുടങ്ങുകയാണ്. ഇങ്ങനെയുള്ള ദിക്റുകൾ, സമ്പത്ത് വർദ്ധിക്കാനുള്ള ദിക്റുകൾ, നമ്മളെ സാമ്പത്തിക മേഖലയിൽ വലിയ അഭിവൃദ്ധി ലഭിക്കാനുള്ള ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മളിങ്ങനെ ചൊല്ലി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസ്റ്റ്, ഈ ജോലി അല്ല ഒരു ഖൈറായ ജോലി നമ്മളിലേക്ക് അടുക്കും. നമ്മുടെ നാട്ടില് ജോലിയാണ്, അപ്പോഴാണ് ഒരു പേപ്പർ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാര്, അല്ലെങ്കിൽ അളിയന്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ആരെങ്കിലും, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും നമുക്കടാ സൗദിയിലേക്ക് നല്ലൊരു വിസ ഉണ്ട്, നല്ലൊരു പേപ്പർ ഉണ്ട്, എനിക്ക് പോകാൻ പറ്റുമോ? ചോദ്യം വരികയാണ്. നമ്മളാണെങ്കിലോ ഇതിനായി കാത്തിരിക്കാണ്, മനസ്സിൽ ഇതിനെ തെരഞ്ഞിട്ടുണ്ടാവൂല, തെരഞ്ഞു തപ്പിയിട്ടുണ്ടാവൂല, നമ്മൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുന്നത്. പോരെ, നമുക്ക് പോരെ. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വഴികൾ അല്ലാഹു തുറന്നിട്ട് നൽകും. എത്രയോ ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്നവര്. ധാരാളം ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു അമലാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ധാരാളം അമലുകളുണ്ട്, ധാരാളം അമലുകൾ ഏതു നിങ്ങൾക്ക് ചെയ്യാം. എല്ലാം ചെയ്യുന്നവരുണ്ട്, സമയത്തിനനുസരിച്ച് ചെയ്യുന്നവരുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായ വർധനവുണ്ടാകും. നമ്മളൊക്കെ വിശ്വസിക്കേണ്ടതും അത് തന്നെയാണ്. വീട്ടിലിരുന്ന് ഒരു പണിക്കും പോവാതെ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിരുന്നാൽ നമുക്ക് സമ്പത്ത് അല്ലാഹു ആകാശത്ത് നട്ട് തരൂല. അല്ലെങ്കിൽ നമ്മളെ മരത്തുമ്മല് നോട്ട് കായ്ക്കൂല, നോട്ട് കായ്ക്കൂല. അതിന് നമ്മൾ ജോലിക്ക് പോകുക തന്നെ വേണം. നമ്മളെ കുടുംബത്തെ പോറ്റാൻ നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം. അപ്പൊ അല്ലാഹു സമ്പത്ത് അതിന്റെ മാർഗത്തിൽ, അതിന്റെ ത്വരീഖ്, അതിന്റെ വഴി അല്ലാഹു എളുപ്പമാക്കി നൽകും.
അപ്പൊ ആരും കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് ഉസ്താദേ നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ, ഇത് മാത്രം ചൊല്ലിരുന്നാ മതിയോ, ചൊല്ലിരുന്നാ സമ്പത്ത് കിട്ടുമോ, ഉസ്താദുമാർക്ക് സമ്പത്ത് പാടുണ്ടോ, ആലിമീങ്ങൾക്ക് സമ്പത്ത് പാടുണ്ടോ, അങ്ങനൊക്കെ ചോദിക്കുന്നവരുണ്ട്. ജീവിക്കാൻ അത് ഉസ്താദെന്നില്ല, തങ്ങളെന്നില്ല, മൊയിലേരെന്നില്ല, ആർക്കില്ല. ജീവിക്കാൻ സമ്പത്ത് വേണം. ഒരു നേരം അടുപ്പ് പുകയണമെങ്കിൽ സമ്പത്ത് വേണം, വേണ്ടേ? അങ്ങനെയുള്ള സമ്പത്തിന്റെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ ദൂർത്തടിക്കാനുള്ള സമ്പത്തല്ല, നമുക്ക് ജീവിക്കാനുള്ള സമ്പത്ത്. ഒരാളെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരാതിരിക്കാൻ, കടങ്ങളൊക്കെ വീട്ടാനുള്ള സമ്പത്ത്, അത് സമ്പത്ത് തന്നെ വേണ്ടേ? അതിന് സമ്പത്ത് തന്നെ വേണ്ടേ? അതിന് സമ്പത്ത് തന്നെ വേണം. കടം നമ്മൾ സമ്പത്തായിട്ടാ വാങ്ങിയത്. 1,00,000 ഒരാളിലേക്ക് കടം വാങ്ങിയിട്ട് നമുക്ക് അദ്ദേഹത്തിന് വേറെ അരിയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ പണം തിരികെ അതുപോലെ കൊടുക്കണം. അതിന് നമ്മൾ സമ്പത്ത് തന്നെ വേണം. അതിന്റെ മാർഗങ്ങൾ അല്ലാഹു തുറന്നിട്ട് നൽകണം. അതിന് മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഈ ദിക്ർ ചൊല്ലിയാൽ, ദിക്റുകൾ ചൊല്ലിയാൽ അതിനുള്ള ത്വരീഖ് അല്ലാഹു തന്നെ തുറന്നിട്ട് നൽകും. അതിനുള്ള വഴി അല്ലാഹു തന്നെ തീരുമാനിക്കണം. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിലേക്കാണ് ഓരോ ദിക്ർ ചൊല്ലിക്കൊണ്ട്. നിങ്ങൾ എന്നോടല്ല ഞാൻ ചോദിക്കാൻ പറഞ്ഞത്, അല്ലാഹുവിനോട് ചോദിക്കാൻ പറയുന്നത്. അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് അടുക്കുക. അല്ലാഹു അതിന്റെ മാർഗം എളുപ്പമാക്കി തരും. അതിനുള്ള ദിക്റുകളാണ് നമ്മൾ മജ്ലിസിലൂടെ പറയുന്നത്. തെറ്റിദ്ധാരണ ഉള്ളവർക്ക് അത് ക്ലിയർ ആക്കിയെന്ന് മാത്രം. അതിനുള്ള ദിക്റുകൾ ചൊല്ലാനാണ് നമ്മൾ മജ്ലിസിലൂടെ പറയുന്നത്. ഇങ്ങനത്തെ ആൾക്കാർ ഇത് കേൾക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, കമന്റ് ചെയ്യുന്ന ആൾക്കാർ അവരിത് കേൾക്കൂല. തമ്പനയിൽ കണ്ടിട്ട് വേഗം വന്നിട്ട് കമന്റ് ചെയ്തു. ഫുള്ളായിട്ട് കേൾക്കാനോ, എങ്ങനെയാണ് ചൊല്ലേണ്ട വിധമെന്നോ, എങ്ങനെ ചൊല്ലിയാണ്, എത്ര സമ്പത്താണ് നമുക്ക് വേണ്ടതെന്നോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കൂല. ഇൻഷാ അല്ലാഹ് സമ്പത്ത് വർദ്ധിക്കാനുള്ള, ആവശ്യത്തിനുള്ള സമ്പത്ത് വർദ്ധിക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ്, 3 ആത്മീയമായിട്ടുള്ള അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഇത് ജീവിതത്തിൽ പതിവാക്കുക, ജീവിതത്തിൽ ദായിമാക്കണം. മുഅ്മിനീങ്ങളെ, അതിനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. കടം വീട്ടാൻ കഴിയുന്നില്ല, വലിയ ബുദ്ധിമുട്ടിലും വലിയ പ്രയാസത്തിലാണ്. അതിനെന്ത് വേണം? സമ്പത്ത് വേണം. നമ്മളെ ഭർത്താവിനാണെങ്കിലോ ചുരുങ്ങിയ സാലറി ഉള്ളൂ. സാലറിയിൽ വർധനവുണ്ടായ നമ്മളെ കടങ്ങളൊക്കെ വീട്ടാം. മകൻക്കൊരു ജോലി കിട്ടിയ കടങ്ങളൊക്കെ വീട്ടാവുന്നതേ ഉള്ളൂ ഉസ്താദേ പറയുന്നവരുണ്ട്, തങ്ങളെ എന്ന് പറയുന്നവരുണ്ട്. ഈ ദിക്ർ ചൊല്ലലോടുകൂടി, ഇങ്ങനെയുള്ള അമലുകൾ ചെയ്യലോടുകൂടി മകൻക്ക് ജോലി ലഭിക്കുന്നു. അതിനുള്ള വഴിയാണ് അള്ളാഹു തുറന്നു തരുന്നത്. മകൻക്കൊരു ജോലി കിട്ടി, ഭർത്താവിന്റെ സാലറിയിൽ വർധനവുണ്ടായി, പോരെ. അങ്ങനെയുള്ള സമ്പത്താണ് നമുക്ക് വേണ്ടത്. ഹലാലായ രൂപത്തിലുള്ള സമ്പാദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. സമ്പത്തിൽ ബർക്കത്തുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. ദാരിദ്ര്യമില്ലാത്ത ജീവിതമാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു തടസ്സമില്ല. മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് സമ്പത്ത് നിർബന്ധമാണ്. ഹലാലായ രൂപത്തിലുള്ള സമ്പത്ത് എല്ലാവർക്കും നിർബന്ധമാണ്. അല്ലാഹുവേ, തന്നനുഗ്രഹിക്കണേ തമ്പുരാനെ, ഇൻഷാ അല്ലാഹ്. എന്താണ് ആ 3 കാര്യം? അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിംഗ് ഉള്ള ദിവസം ഇനി തിങ്കളാഴ്ചയാണ്, ശനിയും തിങ്കളുമാണ് നേരിട്ട് കാണാനുള്ള അവസരം. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വഴി ചോദിച്ചറിഞ്ഞു വരിക. ധാരാളം ആളുകൾ വലിയ പ്രയാസമായിട്ട്, വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മളെ സമീപിക്കുന്നവരുണ്ട്. അവരെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് പൈശാചികമായ മേഖലയിൽ ധാരാളം വർഷങ്ങളായി തങ്ങളെ ഇത്തരം പ്രയാസത്തിലാണ്.
ഇതിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാവണം. അതിന്റെ മാർഗങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നവര്, അങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിട്ട് നമ്മളെ സമീപിക്കുന്നവരുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്നുകൊണ്ട് സങ്കടം പറയുന്നവർ, അല്ലാഹുവേ അവരെ പ്രയാസങ്ങൾ അല്ലാഹുവേ നിനക്കറിയാമല്ലോ. അല്ലാഹുവേ ആരെല്ലാമാണ് നിനക്കറിയാമല്ലോ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്ത് അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. അവർക്ക് രക്ഷയേക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ 3 കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ആ 3 കാര്യങ്ങൾ? നമ്മൾ ധാരാളം അമലുകൾ പറഞ്ഞിരുന്നു. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ, സാമ്പത്തികമായ വളർച്ച ഉണ്ടാവാൻ, കടങ്ങൾ വീടാൻ, ദാരിദ്ര്യമില്ലാത്ത ജീവിതം ഉണ്ടാവാൻ നമ്മൾ ധാരാളം മജ്‌ലിസുകൾ ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്കണം. ഏത് സമയത്തും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റുന്ന ഈ അമലുകൾ ഏതും നിങ്ങൾക്ക് ചെയ്യാം. എല്ലാം നിങ്ങൾ ചെയ്യേണ്ട മുഅ്മിനീങ്ങളെ. ഏതിലാണ് നിങ്ങൾക്ക് ഖൈറെന്ന്, ഏതിലാണ് ഖൈർ എന്ന് അല്ലാഹു തീരുമാനിക്കുന്നത് പോലെയാണ്. ചില ആളുകൾക്ക് ചില അമൽ ചെയ്യുമ്പോൾ വലിയതായിട്ട് എഫക്റ്റ് ചെയ്യും ജീവിതത്തിൽ. ചിലർക്കാണെങ്കിൽ ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യൂല. അവര് നേരെ തിരിച്ച് മറ്റൊരു അമലിലേക്ക് കടക്കുക. ധാരാളം മഹാന്മാര് പറഞ്ഞു തന്ന ധാരാളം അമലുകളുണ്ട്, ധാരാളം കാര്യങ്ങൾ, ധാരാളം ദിക്റുകൾ. സാമ്പത്തികമായ വളർച്ച ഉണ്ടാവാൻ, സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് വലിയ മുക്തത നേടാൻ മഹാന്മാര് ധാരാളം അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ഏതും നിങ്ങൾക്ക് ചെയ്യാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുകയാണ്, മുത്തുനബിയേ, ഹബീബായ നബിയേ, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിലാണ്, സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലാണ് നബിയേ. എനിക്കൊരു അമല് പറഞ്ഞു തരണം നബിയേ, എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം നബിയേ. സമ്പത്ത് എന്നെയും വിട്ട് ഓടിക്കളയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സമ്പത്ത് എന്നെയും വിട്ട് ഓടിക്കളയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്, അനുഭവപ്പെടുന്നത് നബിയേ. എല്ലാവർക്കും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഒരിക്കലും സമ്പത്ത് നമ്മളിലേക്ക് അടുക്കുന്നില്ല, അല്ലേ? നമ്മൾ അതിനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്യുന്നുണ്ട്. കടങ്ങളാണെങ്കിലോ വീട്ടിയിട്ടും വീടുന്നില്ല. ഒരു കടം വരുമ്പോ അടുത്തൊരു കടം. അങ്ങനെ പ്രയാസപ്പെടുന്നവര്, ദാരിദ്ര്യം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, സാമ്പത്തികമായിട്ട് ഒരു പുരോഗതിയില്ല. തറപ്പണി തുടങ്ങിയിട്ട് അവിടെ വെച്ചിക്കണം നിങ്ങളെ. അത് തുടങ്ങാനോ അതിൽ ഒരുങ്ങാനോ തോന്നുന്നില്ല. അല്ല, സമ്പത്തില്ല. വീട്ടില് കൂട്ടുകുടുംബാണ്. ഇതിലൊന്നും മാറി ഒരു ഭൂമി എടുത്ത് പോകാൻ തോന്നില്ല. എന്റെ സമ്പത്തില്ല. മക്കള് വലുതായി വരികയാണ്, കെട്ടിക്കാൻ പ്രായമായി, ഒന്നും മാറി ചിന്തിക്കാൻ പോലും തോന്നില്ല. ധാരാളം വർഷങ്ങളായി കോട്ടേഴ്സിലാണ്, ഒരു ഭൂമി ലഭിക്കുന്നില്ല, അതിന് സമ്പത്തില്ല. ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു വലിയതായിട്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സങ്കടം വന്ന് പറഞ്ഞപ്പോൾ, വലിയതായിട്ട് പ്രയാസം വന്ന് പറഞ്ഞപ്പോൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സ്വഹാബിയോട് പറയാണ്, സ്വഹാബാ, നിങ്ങളിത് ചെയ്യണേ. നിങ്ങൾ സുബ്ഹിന്റെ സമയത്ത് നിങ്ങൾ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണേ, പതിവാക്കണേ. ഒരു 100 പ്രാവശ്യം ഞാൻ പറയുന്ന ഈ ദിക്ർ നിങ്ങൾ പതിവാക്കണം സുബ്ഹിന്റെ സമയത്ത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഈ ദിക്റിനെ 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. ഏതാണ് ആ ദിക്ർ? ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഈ ദിക്ർ ഒരു 100 പ്രാവശ്യം സുബഹിന്റെ സമയത്ത് നിങ്ങൾ ചൊല്ലണേ. സാമ്പത്തികമായ പുരോഗതി നിങ്ങൾക്കുണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു.
ആ സ്വഹാബി സ്വീകരിച്ചുകൊണ്ട് ആ സ്വഹാബി അങ്ങ് ചൊല്ലാൻ തുടങ്ങി. എല്ലാ സുബ്ഹിന്റെ സമയത്തും ആ സ്വഹാബി ഇരുന്ന് ചൊല്ലി 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 ഒരിക്കലതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് വന്നുകൊണ്ട് മുത്ത് നബിയോട് പറഞ്ഞു, നബിയേ, ഞാനിത് ചൊല്ലി ചൊല്ലി എനിക്ക് വലിയ പുരോഗതി ഉണ്ടായി, സാമ്പത്തികമായി വലിയ വളർച്ച ഉണ്ടായി. എങ്ങനെയാണ് ആ സ്വഹാബി ചൊല്ലിയത്? എൻ്റെ മുത്തുമിനീങ്ങളെ, എങ്ങനെയാണ് ആ സ്വഹാബി ചൊല്ലിയത്? ആ സ്വഹാബി ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലാൻ തുടങ്ങി. വെറുതെ ചൊല്ലിയതല്ല, വെറുതെ ആർക്കോ വേണ്ടി ചൊല്ലിയതല്ല. നമ്മളല്ല ഓരോ അമലുകളും അങ്ങനെയാണ്. നമ്മൾ ചൊല്ലുന്ന ഓരോ അമലുകളും നമുക്കിവിടെ സമയമില്ല, നമുക്ക് സമയമില്ല. നമ്മളെ കടങ്ങളൊന്നുമല്ല നമ്മളെ പ്രശ്നം, നമ്മളെ കടങ്ങളൊന്നുമല്ല നമ്മളെ പ്രശ്നം. നമുക്ക് വേറെന്തെങ്കിലും ഏർപ്പാടുകളിൽ, വേറെന്തെങ്കിലും ശാലിൽ നമുക്ക് ഏർപ്പെടണം, അല്ലേ? വേറെന്തെങ്കിലും പണിയിൽ ഏർപ്പെടണം. നമുക്ക് ഭർത്താവിന്റെ കടങ്ങളല്ല, ഭർത്താവിന്റെ സാമ്പത്തികമായ ഞെരുക്കമല്ല പ്രശ്നം. നമുക്ക് എന്തു വേണം? വേറെന്തെങ്കിലും കളികളിലോ വേറെന്തെങ്കിലും കാര്യത്തിലോ ഏർപ്പെടണം. ഇങ്ങനെയുള്ള ദിക്ർ ചൊല്ലാനൊന്നും നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ലാതെ പോയി. പറ്റൂല, പറ്റൂല. സുബ്ഹി നിസ്കരിച്ചുകൊണ്ട് ഈ മജ്ലിസ് കാണുന്ന മുത്തുമിനീങ്ങൾ ചെയ്യണം ഒരു 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ചൊല്ലിക്കൂടെ, ചൊല്ലിക്കൂടെ. ഇത്ര സിമ്പിളാണ്. ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുന്നതല്ലേ, നമ്മൾ ചൊല്ലുന്നതല്ലേ, നമുക്കറിയാവുന്നതല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഒന്നാമത്തെ കാര്യം, കടങ്ങൾ വീടാൻ, സാമ്പത്തികമായ പ്രയാസമില്ലാതിരിക്കാൻ. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. ആ സ്വഹാബി അനുഭവിച്ചറിഞ്ഞ് എന്നിട്ട് നേരിട്ട് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഞാനിത് ചൊല്ലുകയും എനിക്ക് വലിയതായി സാമ്പത്തിക ഉയർച്ച ഉണ്ടായി, എൻ്റെ ഞെരുക്കങ്ങൾ മാറി, എൻ്റെ ദാരിദ്ര്യം മാറി. മാറണ്ടേ മുത്തുമിനീങ്ങളെ, മാറണ്ടേ, മാറണ്ടേ. എത്ര കാലം എന്ന് വെച്ചാ, എത്ര കാലം എന്ന് വെച്ചാണ് ഈ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നത്? ഇതിന്റെ ഒരു പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോകുന്നത് എത്ര കാലം എന്ന് വെച്ചാണ്? നമുക്ക് സമ്പത്ത് വേണം മുത്തുമിനീങ്ങൾ, ഒരു വീട് വേണം, അതിനെന്ത് വേണം? സമ്പത്ത് വേണം. ഒരു ഭൂമി എടുക്കണം, അതിന് സമ്പത്ത് വേണം. മക്കളെ കെട്ടിക്കണം, സമ്പത്ത് വേണം. ഈ ദുനിയാവിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യണമെങ്കിലും സമ്പത്ത് വേണം. അതിനു മേലെ കടങ്ങളാണ്, കുന്നുകൂടിയ കടങ്ങള്. അതൊന്ന് വീടിക്കിട്ടണം, അതൊന്ന് വീടിക്കിട്ടണം. ഇൻഷാ അല്ലാഹ് ചെയ്തോ, ഈ അമല് ചെയ്തോ. ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ളത് രണ്ടാമതായിട്ട്, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ, സാമ്പത്തികമായ വളർച്ച ഉണ്ടാവാൻ നിത്യം പതിവാക്കേണ്ട 5 സൂറത്തുകൾ. 5 സൂറത്തുകൾ. ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ നിങ്ങൾ പാരായണം ചെയ്യാം, നിത്യമാക്കുക. രണ്ടാമത്തത് സൂറത്തുൻ നസ്ർ. സൂറത്തുൻ നസ്ർ അറിയാവുന്ന കുഞ്ഞൻ സൂറത്താണ്. മൂന്നാമതായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യാം, നിത്യമാക്കുക. നാലാമതായിട്ട് സൂറത്തുൽ ഫലഖ്. അഞ്ചാമതായിട്ട് സൂറത്തുൻ നാസ്. മുഅവ്വിദത്തൈനികൾ, ഈ 2 മുഅവ്വിദത്തൈനികൾ. ഈ 5 സൂറത്തുകള് നിങ്ങൾ നിത്യമാക്കി കഴിഞ്ഞാൽ, ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, ജീവിതത്തിൽ ദായിമാക്കി കഴിഞ്ഞാൽ വലിയ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങളെ ദാരിദ്ര്യമില്ലാതിരുന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് അല്ലാഹു നൽകും. സാമ്പത്തികമായ വളർച്ച ഉണ്ടാകും. ഞാൻ കഴിഞ്ഞത് പറഞ്ഞ പോലെ ഉസ്താദിരുന്ന് ചൊല്ലിക്കൂടെ, ഞാനിത് പതിവാക്കുന്നതാണ്. ഞാൻ ഇത്തരം കാര്യങ്ങൾ പതിവാക്കുന്നതാണ്. അതുകൊണ്ടാണ് ശക്തമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ചെയ്തോ, നിങ്ങളിത് ചെയ്തോ.
ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. സാമ്പത്തികമായ വലിയ പുരോഗതി ഉണ്ടാകും ഈ സൂറത്തുകൾ. എൻ്റെ അടുത്തേക്ക് ഒരു ശനിയാഴ്ച, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ശനിയാഴ്ച ദിവസം ഒരു സഹോദരൻ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പറയാണ്, തങ്ങളെ, നിങ്ങൾ എനിക്ക് വിശ്വസിക്കുമെന്ന് അറിയില്ല, 4 കോടി കടബാധിതനാണ് ഞാൻ. ഒരു ചെറുപ്പക്കാരൻ, 35-40 ഇടയിൽ പ്രായം ഉണ്ടാവുള്ളൂ. 35-40 ഇടയിൽ പ്രായം ഉണ്ട്. കണ്ടാല് ഒരു നിരയില്ലാത്ത നല്ലൊരു യുവാവ് 4 കോടി കടമാണ്. അതിനേക്കാളും മേലെ കടമുള്ളവരുണ്ടാവും. പക്ഷെ ഈ യുവാവ് ചെറുപ്പക്കാരന് 4 കോടി കടണ്ട്. എന്നോട് പറയാണ്, തങ്ങളെ, ഇത് കേട്ടാ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, എനിക്ക് 4 കോടി കടബാധിതനാണ് ഞാൻ. വലിയ പ്രയാസത്തിനും വലിയ ബുദ്ധിമുട്ടിലാണ്. ഒരു നല്ലൊരു ഭവനം ഉണ്ടാക്കിയിരുന്നു, നല്ല സുന്ദരമായ. അദ്ദേഹം എനിക്കിങ്ങനെ അതിന്റെ വീഡിയോസ് ഇങ്ങനെ കാണിച്ചു തരാണ് ഫോണില്. അതായത് ഹൗസ് വാമിങ്ങിന് കുടിയിരിക്കലിനെടുത്ത വീഡിയോ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പകർത്തിയത് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാണ്. വലിയ ഭംഗിയുള്ള നല്ലൊരു വീടുണ്ടാക്കി. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. വലിയ ബിസിനസ്മാൻ ആയിരുന്നു. അതാ പറഞ്ഞു വരുന്നത്, വലിയ ബിസിനസ്മാൻ ആയിരുന്നു. അതിൽ നിന്നുണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇതെല്ലാം. അദ്ദേഹം പറയാണ്, അതിൽ നിന്നുണ്ടാക്കിയതെല്ലാം. ഒരു നിമിഷം കൊണ്ട് എല്ലാം പൂട്ടേണ്ടി വന്നു, എല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയി തങ്ങളെ. ഞാൻ എൻ്റെ സ്വപ്നം പോലെ കരുതിയ എൻ്റെ ധാരാളം വർഷക്കാലമുള്ള എൻ്റെ സ്വപ്നം എല്ലാം നഷ്ടപ്പെട്ടു പോയി തങ്ങളെ. വലിയ വേജാറിലാണ്, വലിയ വലിയ വിഷമത്തിലാണ്. ഞാൻ ജീവിതം എങ്ങാനും അവസാനിപ്പിച്ചാലോ എനിക്ക് തോന്നിയിട്ടുണ്ട് തങ്ങളെ. എൻ്റെ മക്കളെ മുഖമങ്ങ് കാണുമ്പോൾ ആ പുഞ്ചിരിക്കുന്ന മുഖമില്ലേ, അത് മനസ്സ് കാണുമ്പോൾ എനിക്കതൊന്നും തോന്നുന്നില്ല, അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, 4 കോടി കടബാധിതനാണ്. അദ്ദേഹത്തിന് ഞാൻ പകർന്നു കൊടുത്തത് ഈ 5 സൂറത്തില്ലേ, ഈ 5 സൂറത്തില്ലേ നിങ്ങൾ പാരായണം ചെയ്യ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. ഈ കടങ്ങളൊക്കെ വീടും. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഈ 5 സൂറത്തുകൾ നിത്യമാക്കാൻ ഞാൻ പറഞ്ഞു. നിത്യമായി നിങ്ങൾ ഓതിക്കോ. അദ്ദേഹം ഇത് മുറുകെ പിടിക്കുകയും ഇപ്പോഴും എന്നുമായി ബന്ധപ്പെടാറുണ്ട്. ഇപ്പോഴും ഫോൺ വിളിച്ചാണെങ്കിലും അദ്ദേഹം ഇപ്പൊ നാട്ടിലില്ല. അദ്ദേഹം ഇപ്പം പ്രവാസിയാണ്. മുഅ്മിനീങ്ങളെ, പ്രവാസ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു. ആ വീട് വരെ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ സ്വപ്നമായ ആ വീട് വരെ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഇപ്പോഴും എനിക്ക് ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹം ഇപ്പം ഒരു പ്രവാസിയാണ്. 0-യിൽ നിന്ന് ആദ്യം മുതൽ അദ്ദേഹം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളുമായി എന്നുമായി ചർച്ച ചെയ്യാറുണ്ട്. എന്നുമായി ഇപ്പോഴും ഫോണിലായിട്ട്, വാട്സപ്പിലായിട്ട്, വിളിച്ചായിട്ട് എന്നുമായി ഇപ്പോഴും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അദ്ദേഹം ഇപ്പൊ 0-യിൽ നിന്ന്, അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോയി തളർന്നൊരാള്, അദ്ദേഹം ഇങ്ങനെ എണീച്ചു വരികയാണ്. അല്ലാഹുവേ, നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിലല്ലോ പുരോഗതി കൊടുക്കണേ അല്ലാ. വലിയ വളർച്ച നീ കൊടുക്കണേ അല്ലാ. സാഹിര്യങ്ങളുടെ സഹകരണത്തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. അങ്ങനെ വലിയതായിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറഞ്ഞതാണ് മുഅ്മിനീങ്ങളെ ഈ അമല്. ഈ സൂറത്തുകള് സൂറത്തുൽ കാഫിറൂൻ, പിന്നെയോ സൂറത്തുൻ നസ്ർ, പിന്നെയോ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്. ഈ സൂറത്തുകൾ നിത്യമാക്കുക. അദ്ദേഹത്തിന് വന്നു ചേർന്ന പ്രയാസങ്ങൾ പരിഹരിച്ച് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ്, ഈ സൂറത്തുകൾ നിത്യമാക്കുക.
അദ്ദേഹത്തിന്റെ കാര്യങ്ങള് ഇബ്താലിയത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഈ 5 സൂറത്തുകൾ നിങ്ങൾ പതിവാക്കിക്കോ. ഇന്നും അദ്ദേഹം ചെല്ലാറുണ്ട്, ഓതാറുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ മുത്തുമിനീങ്ങളെ, പാരിസ കടമാണെങ്കിലും വലിയ പ്രയാസമാണെങ്കിലും സാമ്പത്തികമായ വലിയ നെരുക്കത്തിലാണെങ്കിലും നിങ്ങൾ ഓദിക്കോ, വലിയ വളർച്ച ഉണ്ടാകും, വലിയ ഉയർച്ച ഉണ്ടാകും. അല്ലാഹുവേ ഓതാനും ജീവിതത്തിൽ പതിവാക്കാനും ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. പിന്നെയോ മൂന്നാമത്തെ കാര്യം ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് നിങ്ങളെ. ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചാൽ സമ്പത്ത് ഒന്നിനും തയ്യൂല. ഒരിക്കലും നമ്മുടെ അടുത്ത് സമ്പത്ത് ഉണ്ടാവൂല. ബർക്കത്തില്ലാത്ത സമ്പത്ത്, അതുകൊണ്ട് കാര്യമുണ്ടോ? മാസത്തിൽ 1 ലക്ഷം സാലറി ഉണ്ട്, വലിയതായ സമ്പത്തുണ്ട്, മാരകമായ രോഗം കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിച്ചാലോ? ഓരോ രോഗങ്ങൾ കേട്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഓരോരുത്തരുടെ രോഗങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്താൽ തീരൂല എൻ്റെ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തന്ന ഒരു കേടുപാടുകളും ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ അവയവങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി. കണ്ണ്, ഈ കണ്ണില്ലേ, അതിന് അല്ലാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്താൽ തീരൂല. അങ്ങനെയുള്ള ഓരോരോ അവയവങ്ങൾ, നമ്മൾ കിഡ്നിന്റെ ഒക്കെ ഒരു പ്രവർത്തനം ഒരു മെഷീനറിക്ക് അത് സാധ്യമാണോ? സാധ്യമല്ല, അസാധ്യമാണെന്ന് ശാസ്ത്രം തെളിയിച്ചതാണ്. ഒരു മെഷീനറിക്ക് കഴിയൂല. കിഡ്നി വൃക്കയെടുക്കുന്ന ആ ഒരു പ്രക്രിയ ചെയ്യാൻ അല്ലാഹു തന്ന വലിയ നിഅമത്താണ്. അല്ലാഹു നമുക്ക് തന്ന വലിയ നിഅമത്ത്. അങ്ങനെ ഓരോന്ന് നമ്മളെ ശരീരത്തിലുള്ള ഓരോരോ അവയവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും അല്ലാഹു നമുക്ക് നൽകിയത് വലിയ നിഅമത്താണ്. മുഅ്മിനീങ്ങളെ, വലിയ രോഗം കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ എത്രയാന്ന് നിങ്ങളെ വിചാരം? 40,000. ഒരു ഇഞ്ചക്ഷൻ തന്നെ 10,000, 20,000, 40,000 വരെയുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. ആലോചിച്ച് നോക്കി. ഡയാലിസിസ് രോഗികൾ ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. നിയമവുമായി ബന്ധപ്പെടുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനൊക്കെ അല്ലാഹു നമ്മളെ പരീക്ഷിച്ചാൽ കഴിഞ്ഞില്ല എൻ്റെ മുഅ്മിനീങ്ങളെ. നമ്മളെ സമ്പത്ത് കൊണ്ട് വലിയ നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അവസ്ഥയാണ്. നമ്മളെ സമ്പത്തിനെയും നമ്മളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു നിന്ന മാരകമായ ക്യാൻസർ, ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങൾ അല്ലാഹു നമുക്ക് തന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ബെഡിൽ കിടക്കേണ്ട അവസ്ഥ, മലമൂത്രത്തിന് പൈപ്പിട്ടുകൊണ്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, അക്ഷരത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ അല്ലാഹു നമുക്ക് തന്ന് നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് എന്ത് നേട്ടമുള്ളത്? ഒരു നേട്ടവുമില്ല. അതുകൊണ്ട് സമ്പത്തിൽ എന്ത് വേണം? ബർക്കത്ത് വേണം. ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കില്ല. സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിയ പരമാവധി ഇൻഷാ അല്ലാഹ് രാത്രി സമയങ്ങളിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിങ്ങൾ ഓതണേ, വാഖിയ പാരായണം ചെയ്യണേ, നിത്യമാക്കുന്നവരുണ്ട്. നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട്, നിത്യമായി സൂറത്തുൽ വാഖിയ ഓതുന്നവര്. ഒരിക്കലും ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കൂല.
അല്ലാഹു നമ്മളെ പരീക്ഷിക്കൂല. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം അത് ചെയ്തു വന്നവരായിരുന്നു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹാന്മാർ ജീവിതത്തിൽ കൊണ്ടുവന്നവരായിരുന്നു സൂറത്തുൽ വാഖിയയുടെ പാരായണം. അവരൊക്കെ എന്ത് നേടി? ദാരിദ്ര്യമില്ലാത്ത ജീവിതം അവർ നേടി എൻ്റെ മുത്തുമിനീങ്ങളെ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് ദാരിദ്ര്യം നൽകൂല. സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാല നൽകും. എങ്ങനെയുള്ള സമ്പത്ത്? ബർക്കത്താക്കപ്പെട്ട സമ്പത്ത്, ഹലാലായ മാർഗത്തിലുള്ള സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകും. സാമ്പത്തികമായി ഒരിക്കലും അല്ലാഹു നമ്മളെ പരീക്ഷിക്കൂല. എന്തൊക്കെയാണ് 3 കാര്യം? സുബഹിന്റെ സമയത്ത് ഒരു 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യം. പിന്നെയോ ഈ 5 സൂറത്തുകള് നിത്യമായി ഓതിക്കോ. ചെറിയ സൂറത്തുകളാണ്. ഏതാണ് സൂറത്ത്? സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യാം. രണ്ടാമതായിട്ട് സൂറത്തുൻ നസ്ർ ഓരോ പ്രാവശ്യം ഓതിയാൽ മതി. കൂടുതലൊന്നും ഓതണ്ട. ഇതിനൊക്കെ കുറെ സമയമാണോ? ഇതിനൊക്കെ നമുക്ക് മലമറിക്കുന്ന സമയമാണല്ലോ തുമ്മിനിങ്ങളെ. കുറച്ച് സമയം മതി. സൂറത്തുൻ നസ്ർ, സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് ഇത് നിത്യമാക്കുക. ഓതി കഴിഞ്ഞാൽ സാമ്പത്തികമായ വളർച്ച ഉണ്ടാകും. പിന്നെയോ സൂറത്തുൽ വാഖിയയുടെ പാരായണം. എല്ലാ രാത്രി സമയത്തും സൂറത്തുൽ വാഖിയ നിങ്ങൾ പാരായണം ചെയ്യണം. നിങ്ങളെ പതിവാക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഒരു ഞെരുക്കം ഉണ്ടാവില്ല. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പകർന്നു കൊടുത്ത കാര്യങ്ങളാണ്. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇട്ട് തന്നതല്ല കാര്യങ്ങളല്ല. ഇത് മഹാന്മാര് പഠിപ്പിച്ചു തന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പകർന്നു കൊടുത്തതാണ്. ഇത് ധാരാളം ആളുകൾക്ക് ജീവിതത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. ഞാനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ട സമയത്ത് വലിയ സന്തോഷമായി. ആ സഹോദരൻ, ആ ചെറുപ്പക്കാരൻ അത് പറഞ്ഞ സമയത്ത് അദ്ദേഹം വീണതാണ്. ഞാൻ പറഞ്ഞത് അത്ഭുതങ്ങൾ നോക്കി എല്ലാം അവസാനിപ്പിച്ചു. ഒന്നുമില്ല, അയാൾ വട്ടപ്പൂജ ഉണ്ടാക്കിയതൊക്കെ കൊടുത്ത് 4 കോടി കടമാണ് അദ്ദേഹത്തിന്. വീണ്ടും കടങ്ങളുണ്ട്. എല്ലാം വിറ്റ് കടങ്ങൾ വീട്ടി. ഇപ്പൊ അദ്ദേഹം 0-ൽ നിന്ന് തുടങ്ങി. നിങ്ങളിപ്പോ അൽഹംദുലില്ലാഹ് റാഹത്താണ്. അദ്ദേഹം ചെയ്തിരുന്ന ബിസിനസ് തന്നെയാണ്. 0-ൽ തുടങ്ങണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അദ്ദേഹം എനിക്ക് വിളിക്കും. അതിന്റെ പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അർഹമുർ റഹീമീനായ തമ്പുരാനെ, അല്ലാഹുവേ, സാമ്പത്തികമായ പ്രയാസം തന്ന് അല്ലാഹ് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ, ദാരിദ്ര്യം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അർഹമുർ റഹീമീനായ അല്ലാഹ്, സാമ്പത്തികമായ പുരോഗതി ഞങ്ങൾക്ക് നീ നൽകണേ മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന ആർക്കും നീ കൊടുക്കല്ലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അമല് ചെയ്യാൻ ഈ 3 കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:30 സയ്യിദിയ മജ്ലിസ് വലിയ ദിക്ർ ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസ്. ഇത്ര ബുദ്ധിമുട്ടുള്ള ആളുകൾ ആ മജ്ലിസിലും പങ്കെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലുള്ള ദുആയിലും പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ്. ആ പ്രഭാത സമയത്ത് ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ്. ആ ദുആയിലും പങ്കെടുക്കുകയാണ്. ഒരു ആബിദ, ഞങ്ങളെപ്പോഴും പറയാറുള്ളത്, 40 ആളുകൾ കൂടുന്ന സദസ്സിൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഒരാളുണ്ട് എന്നാണ്. ഒരു ആബിദായ മനുഷ്യൻ ഉണ്ടാവും, ഉറപ്പാണത്. ഇങ്ങനെയുള്ള നല്ല നല്ല മജ്ലിസിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ ആമീൻ പറയാണ്. അല്ലാഹു നമ്മൾ ആമീൻ സ്വീകരിച്ചാൽ അത് മുതലായി. എൻ്റെ മുത്തുമ്മിനീങ്ങളെ, മുതലായി. ഇതിനുള്ള വേറെ പരിഹാരങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടി വരൂല.
മുതലായി അള്ളാഹു നമ്മളെ കടങ്ങൾ വീട്ടി തരും, അതിന്റെ മാർഗം തുറന്നിട്ട് തരും. നമ്മളിങ്ങനെ നട്ടോട്ട് ഓടുകയാണ്, നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എത്രയോ ആളുകൾ നമ്മുമായി ബന്ധപ്പെടുന്നവര് എനിക്കറിയാലോ, ധാരാളം പല മേഖലകളിൽ നിന്നാണ് നമ്മുമായി സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുള്ള ആളുകൾ കർണാടക പോലുള്ള, തമിഴ്നാട് പോലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന്, സ്റ്റേറ്റുകളിൽ നിന്ന്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, അവിടെയൊക്കെയുള്ള ആളുകൾ നമ്മുമായി ബന്ധപ്പെടുന്നവരുണ്ട്. പിന്നെയോ ഗൾഫ് രാജ്യങ്ങളിൽ, സൗദി അറേബ്യ പോലുള്ള, ഒമാൻ പോലുള്ള, UAE പോലുള്ള, ഖത്തർ പോലുള്ള, കുവൈത്ത് പോലുള്ള GCC കൺട്രികളിൽ നിന്ന് നമ്മുമായി ബന്ധപ്പെടുന്നവര്, യൂറോപ്പ് കൺട്രികളിൽ നിന്ന് നമ്മുമായി ബന്ധപ്പെടുന്നവര്, ഇത്തരം മേഖലയിൽ പ്രയാസപ്പെടുന്ന ആളുകളും നമ്മുമായി പ്രയാസം പറയുന്നവരുണ്ട്. ഇത്തരം കുടുക്കിൽ ഇടങ്ങാറാകുന്നവര്, ഇത്തരം കുടുക്കിൽ പെട്ടുപോയവര്, സാമ്പത്തികമായ ഞെരുക്കം, പൈശാചികമായ ഉപദ്രവത്തിൽ ധാരാളം വർഷക്കാലമായി പെട്ടുകൊണ്ടിരിക്കുന്നവര്, ഇതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇവരെ മുറാദുകൾ ഹസിലാകുകയും ചെയ്യുന്നവര്, റഹ്മാനായ അല്ലാഹ് നീ നിലനിർത്തണേ, അല്ലാഹ് നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഈ അമലുകൾ ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.